എല്ലാവർക്കും ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL-ൽ തിളങ്ങുന്ന യുവതാരങ്ങൾ ഇന്ത്യൻ ടീമിലേക്കുള്ള വിളിക്കായി കാത്തിരിക്കുകയാണ്. രാജസ്ഥാൻ റോയൽസിന്റെ 15-കാരൻ വൈഭവ് സൂര്യവംശി ഉൾപ്പെടെയുള്ളവർ ഈ പട്ടികയിലുണ്ട്. ജൂൺ അവസാനം അയർലൻഡിനെതിരെ നടക്കാനിരിക്കുന്ന 2 T20 മത്സരങ്ങളുടെ പരമ്പരയിൽ ചില പുതുമുഖങ്ങളെ ഇന്ത്യ പരീക്ഷിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. വൈഭവ് സൂര്യവംശിയുടെ പേരാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. അയർലൻഡ് പര്യടനത്തിലൂടെ ഈ കൗമാരതാരം ഇന്ത്യൻ സീനിയർ ടീമിൽ അരങ്ങേറിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. വൈഭവിനെ എത്രയും വേഗം അന്താരാഷ്ട്ര തലത്തിൽ പരീക്ഷിക്കണമെന്നും വളർത്തിയെടുക്കണമെന്നും മുൻ താരങ്ങളടക്കം പലരും ഇതിനോടകം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വൈഭവിനെ കൂടാതെ പഞ്ചാബ് കിങ്സിന്റെ വെടിക്കെട്ട് ഓപ്പണർ പ്രിയാൻഷ് ആര്യയെയും ടീമിലെടുക്കണമെന്ന് ആവശ്യമുയരുന്നുണ്ട്. എന്നാൽ ഇവർക്ക് മുൻപേ മറ്റൊരു യുവതാരം ടീമിലേക്ക് വന്നേക്കാം. അങ്ങനെ സംഭവിച്ചാൽ അത് പണി കിട്ടുക മലയാളി താരം സഞ്ജു സാംസൺ ആയിരിക്കും. പഞ്ചാബ് കിങ്സിനായി ഓപ്പണിംഗ് റോളിലെത്തി സ്ഥിരതയാർന്നതും അഗ്രസീവുമായ ഇന്നിംഗ്സുകൾ കാഴ്ചവെക്കുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ പ്രഭ്സിമ്രൻ സിംഗ് ആണ് ഈ താരം. ടൂർണമെന്റിലെ അണ്ടർറേറ്റഡ് താരങ്ങളിലൊരാളായ ഈ 25-കാരൻ വലങ്കയ്യൻ ബാറ്റർ വിക്കറ്റിന് പിന്നിലും കരുത്തനാണ്. കുറഞ്ഞ കാലം കൊണ്ടുതന്നെ പഞ്ചാബിന്റെ ഏറ്റവും വിശ്വസ്തനായ ബാറ്ററായി മാറിയ താരമാണ് പ്രഭ്സിമ്രൻ. പക്ഷേ വൈഭവ് സൂര്യവംശിയെയും പ്രിയാൻഷ് ആര്യയെയും ആയുഷ് മാത്രയും പോലെ അദ്ദേഹത്തിന്റെ പേര് അധികം ആഘോഷിക്കപ്പെട്ടിട്ടില്ല. ആദ്യ ബോൾ മുതൽ ആഞ്ഞടിച്ച് അതിവേഗം സ്കോർ ഉയർത്താൻ സാധിക്കുന്നയാളാണ് പ്രഭ്സിമ്രൻ. പഞ്ചാബിനായി നടത്തിക്കൊണ്ടിരിക്കുന്ന മിന്നുന്ന പ്രകടനങ്ങൾക്കുശേഷം ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന്റെയും ഇഷ്ടം പിടിച്ചുപറ്റാൻ അദ്ദേഹത്തിനായിട്ടുണ്ട്. പ്രഭ്സിമ്രനെ വാനോളം പുകഴ്ത്തിയ ESPN ക്രിക്കിൻഫോയുടെ ഒരു വീഡിയോയ്ക്ക് ഗംഭീർ ലൈക്കടിച്ചതോടെയാണ് ഇക്കാര്യം വ്യക്തമായിരിക്കുന്നത്. ഇതോടെ ഭാവിയിൽ ഇന്ത്യൻ T20 ടീമിലേക്ക് പഞ്ചാബിൽ നിന്നുള്ള വലങ്കയ്യൻ ബാറ്ററെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ ഇടപെടലും ഉണ്ടായേക്കാം. ഗംഭീറിന്റെ പിന്തുണയുണ്ടെങ്കിൽ ജൂണിലെ അയർലൻഡ് പര്യടനത്തിൽ തന്നെ പ്രഭ്സിമ്രന്റെ അരങ്ങേറ്റവും നമുക്ക് കാണാൻ സാധിച്ചേക്കും. അദ്ദേഹം അരങ്ങേറിയാൽ നിലവിലെ ഫസ്റ്റ് ചോയ്സ് കീപ്പറും ഓപ്പണറുമായ സഞ്ജു സാംസണിന്റെ ഭാവിയും അവതാളത്തിലായേക്കും. പ്രഭ്സിമ്രൻ സിംഗിനെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് മുൻ ഇതിഹാസ ഓഫ് സ്പിന്നറും ഓൾറൗണ്ടറുമായ അശ്വിൻ, മുൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ദീപ്ദാസ് ഗുപ്ത എന്നിവരടക്കമുള്ളവർ ഇതിനകം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. IPL-ൽ മികച്ച പ്രകടനം നടത്തിയിട്ടും അദ്ദേഹത്തിന്റെ പേര് അധികം ചർച്ച ചെയ്യപ്പെടാറില്ലെന്നും രണ്ടുപേരും ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രഭ്സിമ്രൻ സിംഗിനെക്കുറിച്ച് നമ്മൾ അധികമൊന്നും സംസാരിക്കാറില്ല. കഴിഞ്ഞ സീസണിലെ മികച്ച പ്രകടനത്തിന് ശേഷം അവൻ ഇന്ത്യൻ ടീമിനായും കളിച്ചിരുന്നു. സെലക്ടർമാർക്കാണ് ഇതിന്റെ ക്രെഡിറ്റ്. ആരെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള താരങ്ങളുടെ പ്രകടനം കാണുന്നുണ്ട്. ഈ വർഷത്തെ IPL-ലും പഞ്ചാബ് കിങ്സിനായി നല്ല പ്രകടനമാണ് പ്രഭ്സിമ്രൻ നടത്തുന്നത്. മികച്ച ബാറ്റർ മാത്രമല്ല, അതുപോലെ സേഫായിട്ടുള്ള കീപ്പറും കൂടിയാണ് അവൻ. വളരെ മികച്ച കീപ്പറാണ് പ്രഭ്സിമ്രൻ. ഓപ്പണർ എന്ന നിലയിലോ ബാറ്റർ എന്ന നിലയിലോ അവനെപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കാറില്ലെങ്കിലും വലിയ വ്യത്യാസമുണ്ടാക്കാൻ താരത്തിനായെന്നും ദീപ്ദാസ് ഗുപ്ത പറയുന്നു. കഴിഞ്ഞ വർഷം പഞ്ചാബിനായി 547 റൺസാണ് പ്രഭ്സിമ്രൻ വാരിക്കൂട്ടിയത്. താരത്തിന്റെ കരിയർ ബെസ്റ്റ് സീസണായിരുന്നു ഇത്. അതിനു മുൻപുള്ള സീസണുകളിൽ 358, 334 എന്നിങ്ങനെയായിരുന്നു സ്കോറുകൾ. ഈ സീസണിൽ 7 മാച്ചുകളിൽ നിന്നും 192.62 സ്ട്രൈക്ക് റേറ്റിൽ 287 റൺസാണ് താരം നേടിയത്. 3 50കളും ഇതിലുൾപ്പെടും. അപ്പോൾ സഞ്ജുവിന്റെ ടീമിലെ സ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പ്രഭ്സിമ്രൻ വരുന്നത് സഞ്ജുവിന് തിരിച്ചടിയാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതിവേഗം അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.